ഇനി ഇവിടെ ചില കണക്ഷൻസ് ഇൻസൈഡായിട്ട് കാണാൻ പറ്റും, കണ്ടില്ലേ? ചില കണക്ഷൻസ് ഔട്ട്സൈഡിൽ വരും. ഇറക്ഷൻ്റെ ഫീസിബിലിറ്റിക്ക് വേണ്ടി എപ്പോഴും പ്ലേറ്റ് ഇൻസൈഡായിട്ട് വേണം ഇരിക്കാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഈ പ്ലേറ്റ് കോളത്തിൽ വെൽഡ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ? നമ്മൾ അസംബ്ലി ചെക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞു, അസംബ്ലി ഒബ്ജക്ട്സ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് പറഞ്ഞു, ഓൾറെഡി കോളത്തിനൊപ്പം പ്ലേറ്റ് വെൽഡ് ചെയ്ത് വരും. ഈ ബീം ക്രെയിനിൽ ലിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്, പുറത്തിരിക്കുന്നതുകൊണ്ട് ബീം നമ്മൾ ഇൻസൈഡ് എടുത്ത് കൊണ്ടുവന്ന് ആ പ്ലേറ്റിൽ മുട്ടിച്ച് വെച്ചിട്ട് ബോൾട്ട് ചെയ്യണം. അപ്പോൾ ഇറക്ഷൻ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി വർക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് വർക്ക് ലോഡ് കുറയ്ക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം? ഈ പ്ലേറ്റ് ഇൻസൈഡ് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ ചില കണക്ഷനൊക്കെ ഇവിടെ ഇൻസൈഡായിട്ട് വരുന്നുണ്ട്, ചിലത് ഔട്ട്സൈഡ്. ഇതൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ ചെറിയ എറേഴ്സ് വരുന്നതാണത്. അപ്പോൾ നമ്മളതൊക്കെ നോക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുക്കുക. അതുകൊണ്ടാണ് എപ്പോഴും കണക്ഷൻ കൊടുത്ത് 3D ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് പ്ലേറ്റ് ആണോ ഔട്ട്സൈഡ് കിടക്കുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി എടുക്കുക. പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ടാബിൽ പോവാം. പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ടാബിൽ ഈ ഇമേജ് കണ്ടോ? അതായത് ഇതൊരു ടോപ്പ് വ്യൂ ആയിട്ട് കാണിച്ചേക്കുന്നതാണ്. ഇപ്പോൾ പ്ലേറ്റ് കിടക്കുന്നത് ബീമിൻ്റെ വെബിൻ്റെ മേളിലായിട്ട് കിടക്കുന്നതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇടുക. ഇവിടെ താഴെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ഓപ്ഷനിലിട്ടിട്ട് മോഡിഫൈ ചെയ്യുക. ഇപ്പോൾ പ്ലേറ്റ് അപ്പുറത്തോട്ട് പോയതുണ്ടോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലേറ്റ് അപ്പുറത്തോട്ട് സ്വിച്ച് ചെയ്തോളും. ഇതുണ്ടോ? പ്ലേറ്റ് ഇപ്പോൾ ഇൻസൈഡായി മാറി.